ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ടെൻഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാലേ ശമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസം, പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിലുന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരും ആകട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത് തന്നെ വിശ്വസിച്ചോ, ഇത് തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ. ദൈവം മതിയായവൻ, സകലത്തിനും മതിയായവൻ. അത് എപ്പോഴും ഓർത്തോട്ടോ. ഇങ്ങനെ ഞാൻ കൊറോണ കാലത്ത് നമ്മൾ വീഡിയോയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, യേശു മതിയായവൻ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ആ വചനം എവിടെയാണ്? ഞാൻ പറഞ്ഞു, ബൈബിളിൻ്റെ അർത്ഥം യേശു മതിയായവൻ എന്നാ. യേശു എന്ന് പറഞ്ഞ വചനം, അത് മതി നമുക്ക് ജീവിക്കാൻ. ആ ക്യാരക്ടർ നമ്മളാവുമ്പോൾ നമ്മളോട് ദൈവത്തിന് പ്രസാദം തോന്നിയാലേ നമ്മൾ എന്ത് കാര്യത്തിന് അങ്ങ് ചെല്ലുമ്പോഴും അവർക്ക് നമ്മളോട് പ്രീതി തോന്നും. അത് നമുക്ക് വലിയ അനുഗ്രഹമാട്ടോ. എൻ്റെ ജീവിതത്തിൽ അത് വലിയ സംഭവമാട്ടോ. ഞാൻ ഓരോന്നിനും ഈ ബിസിനസ്സായപ്പോൾ അല്ലേ ഓരോ വാതിലൊക്കെ മുട്ടിയപ്പോൾ എല്ലാം തുറന്നു, ഒന്നും അടഞ്ഞില്ല. കാരണം അങ്ങനെ ബൈബിൾ വചനമുണ്ട്. ആ ഭാഗമൊക്കെ ആമയും പറഞ്ഞ് ഏറ്റെടുത്തിട്ട് എപ്പോഴും അറിയാം, എൻ്റെ നേരെ ഒരു കൈ ആരും ചൂണ്ടില്ല, എൻ്റെ നേരെ എനിക്കെതിരായിട്ട് ഒരു വാതിലും അടഞ്ഞിരിക്കില്ല. അത് തന്നെയാണ് ആ തിന്നണ മുട്ടായി പോലെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെ സംഭവിക്കുള്ളൂ. ഇത് തന്നെയാണെന്ന് വായിക്കണം. മത്തായി 21:22. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഈ യേശു മതിയായവനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് വിശ്വസിക്കണം. അല്ലാണ്ട് നമ്മൾ ആ പള്ളിയിൽ പോയി ഈ പള്ളിയിൽ പോയി അവിടെ ഒന്നുമല്ല, യേശുവിൽ കൂടിയാണ്. യേശുവരെ പറയുക, എന്നിൽ കൂടി അല്ലാണ്ട് നിങ്ങൾക്ക് പിതാവിൽ എത്താൻ പറ്റൂല. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാണ്. കൊമ്പിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആ മുന്തിരിവള്ളി കാച്ചു കിടന്നാൽ മാത്രമേ ആ കൊമ്പ് ബലമുള്ളൂ. ഇല്ലെങ്കിൽ അപ്പോൾ ആ മുന്തിരിവള്ളി കാച്ച് ഫലം യേശുവിൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മളിൽ നല്ല ഫലം വരുമ്പോഴാണ് നമ്മളാവുന്ന കൊമ്പ് പ്രസക്തി ഉണ്ടാകണേ. അപ്പോൾ നമ്മളത് ഓർക്കണം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ പുറത്തേടെ ആട്ടോ. അതിന് മുമ്പ് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നവർ ഒത്തിരി ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് വീഡിയോ ഇടുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. റീസ്റ്റോക്കിൻ്റെ എല്ലാത്തിൻ്റെയും വെബ്സൈറ്റിന് പ്രൊമോഷൻ കൊടുത്ത് ഭാവിയിൽ എല്ലാവരും വെബ്സൈറ്റിൽ നിന്ന് എടുക്കാനൊക്കെ പഠിക്കും. പിന്നെ ഓൺലൈൻ ഒക്കെ അങ്ങനെയാകും. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ അറിയാൻ പാടാത്തവർ നിങ്ങൾ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് 4 പേര് ഇരിക്കേണ്ടത്. അപ്പോൾ ഓൺലൈനിൽ വാട്സപ്പ് കോൾ വിളിക്കുക 10 മണി മുതൽ 6 മണി വരെ. അപ്പോൾ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഇടുമ്പോൾ വെബ്സൈറ്റിൽ കയറുന്ന വഴിയെ തീരും. അതിന് മുമ്പേ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്ന് ഓർക്കുക. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് വരും. പിന്നെ രേവതി ഗോൾഡൻ ഡയമണ്ട്സിലെ സ്കീം ഓൺലൈനിൽ ദൂരം വരെ സ്കീമിൽ പോകുന്നതെന്ന് പറയാം. യേശുബ്രാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്നും അറിയാൻ പാടാണ്ട് സ്വർണ്ണ ബിസിനസ്സായിട്ട് നമ്മൾ കയറിയത്. എല്ലാ കാര്യവും അങ്ങനെയായിരുന്നു. എനിക്ക് ഇതുവരെ ഒരു മെഷീനിൽ തയ്ക്കാൻ, വനിതാ വ്യവസായമായിട്ട് നമ്മൾ കട തുടങ്ങിയ മെഷീനിൽ അടിക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ അതിലൊന്നും തുടങ്ങിയത് നിന്ന് പോയിട്ടില്ല. ദൈവകൃപയാൽ തയ്യക്കടയിൽ 32 വർഷമായിട്ട് ഇപ്പോഴും ഉണ്ട്. ബ്യൂട്ടി പാർലറും ഇപ്പോഴും ഉണ്ട്. നമ്മുടെ വെഡ്ഡിങ് കളക്ഷൻ ഇങ്ങനെ സ്വർണ്ണക്കടയിൽ. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ വട്ടപൂജ്യം. പക്ഷെ ഞാൻ ഒന്നാകുന്ന ദൈവം ഇപ്പുറം നിൽക്കണ കാരണം എനിക്ക് എല്ലാ കുറവുകളും വിലയേറിയതായിട്ട് ദൈവം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ കുറവുകളുള്ളവർ ആരും വിഷമിക്കേണ്ട. ഇങ്ങനെ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നായിട്ട് ഇവിടെ നിൽക്കുക. 0,0,0,0 ലക്ഷം കോടി വിലയാകും. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ബാക്കി കാര്യം അവസാനം പറയാം. കുറേ വിശേഷം പറയാറുണ്ട്, അവസാനം പറയാം കേട്ടോ. ഇത് ഈ മൽക്കോട്ടൻ്റെ തുണി എന്ന് പറഞ്ഞാൽ ഈ എന്ത് സോഫ്റ്റ്. ഇത് ആൾക്കാർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത് കണ്ടോ, പതുപതൂന്ന് ഇങ്ങനെ സോഫ്റ്റ്. പ്യുവർ കോട്ടൺ ആട്ടോ. അത് എംബ്രോയ്ഡറി. ഇപ്പോൾ എല്ലാവരും മൽക്കോട്ടൺ ആട്ടോ ഫങ്ഷൻ വെയറിന് പറഞ്ഞാൽ. തിളക്കമൊന്നുമില്ലെന്നേ ഉള്ളൂ. പക്ഷേ തിളക്കമുള്ള തുണിയൊക്കെ മീറ്ററിന് 200 താഴെ ഉള്ളൂ. മൽക്കോട്ടന് 600, മൽച്ചന്തേരിക്ക് ഒക്കെ, ഇത് മൽച്ചന്തേരി അല്ല മൽക്കോട്ടനാ. മൽച്ചന്തേരിക്ക് 600 ഒക്കെ ആവും വില മീറ്ററിന്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഇത് ഭയങ്കര. കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടിട്ടും അതിൻ്റെ റീസ്റ്റോക്ക് വന്ന പോലും തീർന്നുപോയി. ഇതിൻ്റെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളത് 1699 അല്ലേ, 1699. ഇത് തന്നെ വില പഠിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ ബൈബിൾ ക്ലാസ് ആയിരുന്നു. എല്ലാവരും ഈ സൈസ് പറക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ വില കാണാണ്ട് പഠിച്ചതാണ്. 1699 മീഡിയം തൊട്ട് XXL വരെ. പിന്നെ ഇപ്പോൾ എല്ലാവരും ഈ കുർത്ത സൈഡ് ഓപ്പൺ ആയിട്ടല്ല, കുർത്തയൊക്കെ അടിക്കണ ഇങ്ങനത്തെ പാറ്റേണുകളിലൊക്കെയാണ്. കുഞ്ഞൂന് അടിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം. ഞാൻ ഇതിൽ ഒരെണ്ണം ഈ എംബ്രോയ്ഡറിയുടെ ഒരെണ്ണം കുഞ്ഞൂനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഫാഷൻ പരേഡിൽ നടക്കണം നമ്മുടെ കടയുടെ പരസ്യമാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട്
ഇത് പിറ്റ് കാണുമ്പോൾ ഭയങ്കര രസമാട്ടോ. അപ്പോൾ എനിക്ക് ഓർഡിനറി സൈഡ് ഓപ്പൺ ഈ ഷോളൊക്കെ ഇട്ട് ഞാനിങ്ങനെ പുതച്ച് മൂടി നടക്കുന്ന കാരണമാണ് ഞാൻ കുർത്ത ഇതുവരെ ഇട്ടിട്ടില്ലാത്ത കാരണം ഞാനിങ്ങനെ കുർത്ത ഇടാത്ത കേട്ടോ. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഞാൻ കുർത്തയല്ല, എനിക്ക് ഫ്രോക്ക് ഇഷ്ടം. ദൈവമേ എല്ലാവരും ഒന്ന് ഫ്രോക്ക് ഇട്ട് ഉണങ്ങി മതിയാവും. ഇത് അജ്രക്കിൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാട്ടോ. അല്ല അത് തന്നെ കലങ്കാരി, സോറി. ഇത് ഈ പ്രിൻസസ് കട്ട അതിൽക്കൂടെ കാന്താവർക്കിൻ്റെ ഇത് റണ്ണിങ് സ്റ്റിച്ച് അടിച്ചിട്ടുണ്ട്. ഒറിജിനൽ കലങ്കാരി ആട്ടോ. എന്നിട്ട് സ്ലിറ്റ് ഉണ്ടോ ഇതിനാ? ഇല്ല, ചെറിയൊരു വെട്ടിട്ടിട്ടുണ്ട്. 799 ഉള്ളൂ. മീഡിയം തൊട്ട് 3XL വരെ. ഇത് അടിപൊളിയാട്ടോ. ഒറിജിനൽ കലങ്കാരി, ഒറിജിനൽ കലങ്കാരി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൊത്തം തെറ്റുക. പ്രാർത്ഥിക്കണം സുബോധത്തിൻ്റെ ആത്മാവ് ഭരിക്കട്ടെ. അതിൻ്റെ 2 കളറുണ്ട്. ഇതൊക്കെ കലങ്കാരി, ഇതൊക്കെ ഇട്ടുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ലുക്കാട്ടോ. 799 അല്ലേ? ബോട്ടോളിയില്ലേ? ഇത് ഈ റയോൺ ആട്ടോ. നല്ല സുഖ. അതെങ്ങനെയാണ്? ഫ്രണ്ടിൽ സ്ലിറ്റ് ഉണ്ടോ? ഫ്രണ്ടിൽ സ്ലിറ്റ് ഉണ്ട്, മറ്റേ സൈഡിലില്ല. ബോട്ടവും കൂടെ കൂടി 999 ഉള്ളൂ കേട്ടോ. ഇടാനും ഭയങ്കര സുഖം. സൈസ് ലാർജ് തൊട്ട് 3XL വരെ ഉണ്ട്. നല്ല കളേഴ്സും. ഇപ്പം മേത്ത് വെക്കുമ്പോൾ തന്നെ ഒരു കൂളിംഗ് ആണേ. ഈ റയോണിൻ്റെ പ്രത്യേകത ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ തോന്നും. നല്ല കൂളിങ്. ഇവിടെ നമുക്ക് റയോൺ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് കാരണം എപ്പോഴും ചോദിച്ച് മേടിക്കാൻ റയോൺ. എന്നാൽ വിലയും കുറവാണ്. ട്രിപ്പിളിന് ലൈനിങ് ഒന്നുമില്ല കേട്ടോ. യോക്ക് വരെ ലൈനിങ് വെച്ചിട്ടുണ്ട്. താഴത്തേട്ട് ലൈനിങ് ഇല്ല. 999. ഇത് മൽക്കോട്ടൻ്റെ തന്നെയാണ് കേട്ടോ. പക്ഷെ സൈഡ് ഓപ്പൺ ആണ്. 3 പീസാണ്. അത് ഷോളൊക്കെ നിറച്ച് വർക്കൊക്കെ ഉള്ളത്. ഇത് കണ്ടോ, ബ്ലാക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു കളർ ചാർട്ടിലാണ് വന്നത്. സൈഡോ എത്ര? ഇതും 1699 തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് ഫുൾ ഇടാൻ ഈ തുണി എടുക്കുന്നവരെല്ലാം പിന്നെയും തേടി വരുന്നുണ്ട്. ആൾക്കാർക്കെല്ലാം മീഡിയം തൊട്ട് XXL വരെ. പുറത്തെ രാജ്യത്തെ പോലെ കംഫർട്ടാണ്. മറ്റുള്ളവർ കാണുമ്പോൾ തിളങ്ങണം, ഭംഗി, അതൊന്നുമല്ല. ഇടുമ്പോൾ ഭയങ്കര സുഖം വേണം. അപ്പോൾ ആൾക്കാരെല്ലാം അങ്ങനെയായി. ഇത് 650. നമ്മുടെ പ്യുർ കോട്ടൺ 150യുടെ കോട്ടൺ. കൈക്ക് ലൈനിങ് ഇല്ല. ഇതിങ്ങനെ അതിൻ്റെ കോളർ ഉള്ളതുകൊണ്ട്, വട്ടക്കഴുത്തുള്ളത് കൊണ്ട് 650. ലാർജ് തൊട്ട് 3XL വരെ. ഫോട്ടോ എടുത്തോ? കോളറിൻ്റെ ലാർജ് തൊട്ട് 3XL വരെ. ഇത് കോളറില്ലാത്തതുകൊണ്ട് നല്ല പ്യുർ കോട്ടൻ്റെ ആട്ടോ. നമ്മൾ താഴെ റണ്ണിങ്ങിൽ ഇതിൻ്റെയൊക്കെ പ്രിൻ്റുകൾ കാണിച്ചായിരുന്നു. കോഴ്സെറ്റിന് തയ്ക്കാൻ നല്ലതെന്ന് പറഞ്ഞു. ഈ ബ്രിക്ക് കളർ ഇപ്പോൾ ഭയങ്കര ഫാഷനാട്ടോ. 150 മീറ്ററിന് വിലയുള്ള റണ്ണിങ് മെറ്റീരിയലാണ്. 650 രൂപ. ഇത് കോളറ്. ഈ ബ്ലൂ, ഇതിൻ്റെ കോളർ ഞാൻ എടുത്തില്ല കേട്ടോ. ഇത് കോളറും ലൈനിങ് ഇല്ലാണ്ട് ഈ പാനൽ കട്ടിങ് ഇല്ലേ, ഇതുണ്ടോ? ഇതുപോലെ ഫ്രില്ലുള്ള ഇങ്ങനെ പാനൽ പീസായിട്ട് വെച്ച് യോക്കിലിങ്ങനെ ഇടാൻ നല്ല സുഖമുള്ള നല്ല പാറ്റേൺ ആട്ടോ. പാനൽ തയ്ക്കാൻ തന്നെ ഓർഡിനറി ഒരു ചുരിദാർ തയ്ക്കാൻ 750 പറഞ്ഞത്. ഇങ്ങനത്തെ പാനലൊക്കെ തയ്ക്കണമെങ്കിൽ എത്ര രൂപയായിരിക്കും? 1099 ആകെ വിലയുള്ളൂ. ഒരു 3.5 മീറ്റർ എടുക്കേണ്ടി വരും. 3 മീറ്റർ എന്നായാലും വേണം പാനൽ തയ്ക്കണമെങ്കിൽ. ബോട്ടോടെ ആകുമ്പോൾ 5 മീറ്റർ. മീഡിയം തൊട്ട് XXL വരെ. നല്ല പെർഫെക്റ്റ് തയ്യലുമാണ്. 1099 അല്ലേ? 1099 മീഡിയം തൊട്ട് XXL വരെ. ഇതിൻ്റെ ഒരു കളർ കൂടിയുണ്ട്.
ബാക്കിങ്. നല്ലൊരു ഷോളാട്ടോ, സോഫ്റ്റ് സിൽക്കിൽ. ഞാൻ പെട്ടെന്ന് ഈ ഓർഗൻസിയാണ് ഓർത്തു. ഉണ്ടോ കുഞ്ഞ് എംബ്രോയ്ഡറികൾ, നല്ല കളർ ചാർട്ടും. 599. നല്ലൊരു കൂടിയ സിൽക്ക് മെറ്റീരിയൽ കേട്ടോ. കണ്ട ഓർഗൻസിയാണെന്ന് തോന്നും, എന്നാൽ ഓർഗൻസി അല്ല. 599. നല്ല ഷോളാണ്, നല്ല പേസ്റ്റ് ചാർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, അടിപൊളി സംഭവമാണ്. $599. അടിപൊളി സംഭവം. എടുത്തായിരുന്നു നല്ല നല്ല ഷോളുകളെ. ഇതൊക്കെ കാണുമ്പോൾ എടുത്തോട്ടോ. തുണി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ എടുത്തല്ല, നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെ ഒന്നും കിട്ടില്ല. എന്ത് സംഭവം അങ്ങനെയാണ്. ഇങ്ങനെ ഈ ഫാഷനും ഭയങ്കര ചൂസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ, എൻ്റെ കസിൻസൊക്കെ കല്യാണത്തിനൊന്നും സാരിക്ക് നടക്കാറിയില്ല. അവർ കാണുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കും കേട്ടോ. എന്നിട്ട് ഞാനാണ് കൃത്യസമയത്ത് ഓടുന്നത്. ഒന്നും കിട്ടൂല. പിന്നെ ഈ സങ്കടവും, എൻ്റെ ദൈവം എന്നും അതെ. നല്ലത് നോക്കി നേരത്തെ തയ്ച്ച് വയ്ക്കുകയൊന്നുമില്ല. തയ്ക്കണത് കൊളുത്ത് പോലും ഇല്ലാണ്ടായിരിക്കും ബ്ലൗസും കൊണ്ട് വരുന്നത്. ഇത് നമ്മളൊരു ശീലമാക്കണം, നേരത്തെ കാലത്ത് എടുത്ത്. ഇത് കോട്ടൺ തൂക്ക് മാത്രമുള്ളൂ. ഇത് ലൈനിങ് ഇല്ല കേട്ടോ, മൽക്കോട്ടൻ്റെ തന്നെ പ്രിൻ്റഡ് ആട്ടോ. നല്ല രസമുള്ള കളർ. 999. ബോട്ട് ചെയ്തേ, സ്മോൾ തൊട്ട് XXL വരെ. സൈഡ് ഓപ്പൺ ആണ്. ഇടാൻ ഭയങ്കര സുഖമാണ്. അതിനൊന്നും കനയില്ല. ഈ തുണിക്ക് ഭയങ്കര കനാട്ടോ ഈ ചുരിദാർ സെറ്റിന്. എനിക്കിപ്പോൾ ഇതൊന്നും ഇടാൻ ഇഷ്ടമല്ല. എനിക്കും ഇങ്ങനെ കനയില്ലാത്ത, എന്താണോ ഇങ്ങനെ കനയില്ലാത്ത ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടം. ഇത് നമ്മുടെ ആലിയ കട്ട് 890. ആലിയ കട്ടിന് ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാട്ടോ. മീഡിയം തൊട്ട് XXL വരെ. റയോണിലാണ്. ഇടാൻ ഭയങ്കര സുഖമല്ലോ, ഇട്ടാൽ നല്ലതാണ്. ചിലർക്ക് ഭയങ്കര ചേർച്ച ആലിയ കട്ട്. എന്തോരം നമ്മൾ വിറ്റതാണ്. ഇതിപ്പം ഇത് നല്ലതാട്ടോ. ഇങ്ങനെ ഇത് വേണേ ബോട്ട് കൊണ്ടെന്ന് തോന്നുന്നു അല്ലേ. ബോട്ട് ഇടാണ്ടും ഇടാം. സൈഡ് ഓപ്പൺ ആണോ? അല്ലായിരിക്കും. അല്ല, വള്ളിയൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ കോളർ വെച്ച ബോട്ടോ ഉണ്ട്. അത് ബോട്ടോ ഒക്കെ നല്ല പടമുണ്ടോ അതിന്? ഓ എൻ്റെ അമ്മേ, ഇതിനിങ്ങനെ പടമൊക്കെ ഉണ്ട് കേട്ടോ. വിലയും കുറവായി. 799 രൂപയുള്ളൂ. ഇത് ചുറ്റും എലാസ്റ്റിക്കുള്ള ബോട്ടും. ഈ ഫോട്ടോ ഇതിൻ്റെ എടുത്തോ. മീഡിയം തൊട്ട് XXL. അതിൻ്റെ ഗ്രീനും ഉണ്ട്. ഗ്രീനിന് ഫോട്ടോ ഉണ്ട്. സെയിം ഗ്രീനും. ഗ്രീൻ നല്ല ഗ്രീൻ, വെളിച്ചമുള്ള ഗ്രീൻ. ഇതുണ്ടോ? ഇത് നമ്മൾ പണ്ട് ഈ ജൂട്ട് ഷോള് കൊണ്ടുവരുമായിരുന്നു. ജൂട്ട് ഷോളാണ്. ഈ അരികത്തൊക്കെ ഇങ്ങനെ ജൂട്ടിൻ്റെ ഒരു ഇതുണ്ട്. നല്ല ഷോളാട്ടോ. പണ്ട് ഇതിനേക്കാളും വിലക്കൂടുണ്ട്. ചിലതിന് ആദ്യം നീളമില്ലായിരുന്നു. ഇതൊക്കെ നീളമൊക്കെ ഉള്ള ഷോളാണ്. 250. പണ്ട് ഇതിൻ്റെ റെഡും മെറൂൺ ഏതാണ്ടൊക്കെ നമ്മൾ ബ്ലാക്ക് 1-2 കളേഴ്സൊക്കെ ഒത്തിരി വിറ്റിട്ടുണ്ട്. ഇന്ന് 199. അന്നേരം ചിലർ കംപ്ലൈൻറ്റ് പറയാറുണ്ട് നീളമില്ലെന്ന്. പിന്നെ ഞാനത് എടുക്കാറില്ല. അപ്പോൾ അതേ നീളത്തോടു കൂടി വന്നിട്ടുണ്ട്. 250. നല്ല ഷോളാണ്.
അടിപൊളി ഷോൾ. $250 കേട്ടോ. യെല്ലോ, പിങ്ക്, ഓറഞ്ച്, അടിപൊളി കളേഴ്സ്, ലൈലാക്ക്, ഗോൾഡൻ കളർ, പിങ്ക്, ഇനി ഇത് പാനൽ കട്ടിങ്ങിൻ്റെ ആട്ടോ. ഇങ്ങോട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, കണ്ടോ ഒരു തോല് 8 പീസ് വെച്ചേ. പണ്ടൊരു നമ്മുടെ കട തുടങ്ങിയിട്ട് 32 വർഷമായി. ഒരു 28 വർഷമൊക്കെ മുമ്പ് ഇതായിരുന്നു സ്റ്റിച്ചിങ്. 4 പീസ് 990. ഇടുമ്പോൾ ഭയങ്കര രസമാട്ടോ ഇതൊക്കെ കാണാൻ. മീഡിയം പാനൽ കട്ടിങ്, മീഡിയം തൊട്ട് XXL വരെ 999 അല്ലേ? ചുവപ്പ് മാത്രം, ഈ കളറേ ഉള്ളൂ അല്ലേ? ഇത് നമ്മുടെ വാഷ്ഡ് ഹാൻഡ്ലൂം ആട്ടോ. കഴുകുമ്പോൾ ചുരുങ്ങുന്ന ആരും ഓർക്കരുത്, ഒത്തിരി സൂപ്പറാണ്. 230 250 ഒക്കെ പെർ മീറ്ററിൻ്റെ വിലയുടെ തുണിയാണ്. അതിന് ടോപ്പും ബോട്ടും ഒക്കെ ഉണ്ട്. എത്ര? 1299. മീഡിയം തൊട്ട് XXL വരെ. പലാസോ, ഇതെനിക്ക് ഞാൻ അന്ന് കുർത്ത എടുത്തിട്ട് ഞാൻ ടൂറ് പോയപ്പോൾ, കാശ്മീർ ടൂറ് പോയപ്പോൾ ഈ ബോട്ടൊക്കെ എടുത്ത് നല്ല രസമായിട്ട് ഇതിടുമ്പോൾ. എത്ര? 499 രൂപ. ആ കാലിൻ്റെ അടി ലേസ് ഉണ്ട്. നല്ല ഇത് വിട്ട് കുർത്ത ഇടുമ്പോൾ ഒരു സ്റ്റൈലൊക്കെ ആട്ടോ. ഞാനിതാ എടുത്ത ബ്ലാക്കും ഒരു കുർത്തയുടെ ടോപ്പും. അപ്പം അവിടെ കൊണ്ടുപോയി ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ടൂർ പോകുമ്പോൾ ഇറങ്ങും. കുർത്ത ഇടാറില്ലോ. ഈ 499 രൂപയുള്ളൂ കേട്ടോ. ഇത് പലാസോയുടെ അതേ കളറ്, റെഡിഷ് മെറൂൺ, ഓഫ് വൈറ്റ്. പലാസോ എടുത്തു, നല്ലതാണ്. നമുക്ക് ഇത് വലിച്ച് മുറുക്കുകയും ചെയ്യാം. അങ്ങനെ അതെനിക്കറിയാൻ പാടാന്ന്. ഞാൻ നേരെ ഈ വള്ളി മുറുക്കാണ്ട് അകത്തേക്കിട്ടു. ലൂസ് പോലെ എനിക്ക് തോന്നുക. പിന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ എന്നാന്ന് വിട്ടെ, ഇങ്ങനെ അല്ല എനിക്കറിയാവുന്ന പോലെ തോന്നട്ടെ, എൻ്റെ ജീവിതാനുഭവം കേട്ടോ. ഈ ഒരു പെണ്ണിപ്പോൾ കൊച്ചിനെ കൊണ്ടുപോയെന്ന് അതിന് മെൻ്റലി അബ്നോർമലാണ് എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇങ്ങനെ ഈ കല്യാണം കഴിക്കുന്നത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കെട്ടിയതാണ്. എൻ്റെ ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നാമത് പണി എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാണ്ട് നിവൃത്തിയില്ലോ. അപ്പോൾ നമ്മുടെ ജനിച്ച സാഹചര്യവും ജീവിതവും എല്ലാം മാറി മറിഞ്ഞൊരു കുടുംബം നമ്മുടെ തലയിട്ട്. എൻ്റെ മദറിലോ ആണെങ്കിൽ ഞാൻ ചെന്ന് 2ാമത്തെ മാസം ചേട്ടത്തി പ്രസവിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കറി വെച്ചാൽ ഭയങ്കര ഉപ്പ് ഞാൻ ആരാണ്ട് പറഞ്ഞു ചിരട്ട കത്തിച്ചിട്ട് ഞാൻ വെച്ചേക്കും, അതിലേക്ക് കുറേ ഇടും, അതിനല്ലേ ഉപ്പില്ല. എൻ്റെ തീം എങ്ങനെയൊക്കെയാണോ ഞാൻ കാര്യം. അത് ഇനി ഹോം സയൻസ് ഒക്കെ പഠിച്ച ഒരുവിധം പഠിച്ചു. അങ്ങനെയല്ല, എന്നാലും ജീവിതത്തിൽ അത് കഴിഞ്ഞ് കൊച്ചായപ്പോൾ കൊച്ച് രാത്രി ഉറക്കൂല. ഇത് പിന്നെ വീട്ടിലെ പണി എനിക്കങ്ങനെ ഭയങ്കര നമ്മളിങ്ങനെ എന്തോ ഒരു മാനസികാവസ്ഥയൊക്കെയാണോ കടന്നുപോയി. ഞാൻ ജീവിതത്തിൽ അനുഭവിക്കാത്ത സങ്കടങ്ങളില്ല. എൻ്റെ കണ്ണീര് സൂക്ഷിച്ച് വെച്ചാൽ മോറ്റട്ടവും മുങ്ങിപ്പോവാറുണ്ട്. ഞാൻ മരിക്കാൻ നടന്നതാണ്, ഉള്ള സത്യം പറയാം കേട്ടോ. പക്ഷേ അത് ഞാൻ നോർമലായിട്ടാണ്, അവരിന് അബ്നോർമലായിട്ടായിരിക്കും ആ സ്ത്രീക്ക് അതിൻ്റെ കൊച്ചിനെ. അല്ലാണ്ട് ഏതെങ്കിലും അമ്മ കൊച്ചിനെ വെള്ളത്തിയിട്ടിടുമോ? നോർമൽ അല്ലാഞ്ഞിട്ടായിരിക്കും. നമ്മളങ്ങനെയല്ല. എല്ലാവരും കല്യാണം കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ടു എന്നല്ല, നമ്മൾ പെണ്ണുങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കണേലല്ല കാര്യം, പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ വല്ലോൻ്റെ കയ്യിട്ട് പൈസ കൊണ്ട് കൊടുക്കണേലല്ല, കൊച്ചിന് അവനവൻ്റെ കുടുംബത്തിൽ അവകാശം വെച്ച് ഇടയ്ക്ക് ആ പിള്ളേർ വീട്ടിൽ വന്ന് നിൽക്കുകയോ അങ്ങോട്ടും ഒരു സപ്പോർട്ട്. ഏത് പണമുള്ളവനും പണക്കാരനല്ലേ. ഇപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറയാം, കുഞ്ഞു ഉടനെ പൗലോനെ എത്ര എനിക്ക് ഇങ്ങനെ അടുത്ത കൊച്ച് ഒത്തിരി പിള്ളേർ. എൻ്റെ അമ്മയെ ഞാൻ പ്രസവിച്ച് രാത്രി കിടന്നപ്പോൾ പണിക്കാർ 2 പേരുണ്ടാവും. അമ്മ രാത്രി ഇരുന്നില്ലല്ലോ.
അയ്യടി മോളെ ഒച്ചൊക്കെ ഓർണം മതിയെന്ന് അവൾ പറയും. അപ്പം ഞാൻ ഓർത്തു ദൈവമേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൾ പറഞ്ഞൂല. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പണിക്കാരൊക്കെ ഉണ്ട് എപ്പോഴും കൊച്ചിനെ എടുക്കാൻ, അതൊക്കെ മതിയല്ലോ എന്നൊരു ധാരണയായി. അപ്പം അതൊക്കെ നമ്മുടെ തെറ്റപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കൊച്ചുണ്ടാകുമ്പോൾ ഞാൻ രാത്രി ഇരുന്നോളാം, എനിക്ക് കുഞ്ഞുമാവേ ഇങ്ങനെ പിള്ളേരെ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അവരുടെ മനസ്സിനുണ്ടാക്കിയ വിഷമം അറിയാവും. നമ്മൾ പകൽ പോയി ഒളിഞ്ഞു നോക്കിയിട്ട് പോന്നാൽ പോരാ. അവളെപ്പോഴും പറയും ഞാൻ കൊച്ചിനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ ചെല്ലണിയാന്ന്. അതൊന്നുമല്ല, നമ്മുടെ ആ മാനസിക സപ്പോർട്ട് നമ്മളൊരു ഹെൽപ്പ് ചെയ്യണം. പെട്ടെന്നൊരു പെൺകൊച്ച, രണ്ടാമത്തെ കൊച്ചൊക്കെ ആകുമ്പോൾ എല്ലാവരും ഓക്കെ ആവും. ആദ്യത്തെ കൊച്ചൊരു സപ്പോർട്ടും രണ്ട് കുടുംബത്തിൽ നിന്നും വേണം. ഇങ്ങനെ കെട്ടിച്ചു വിട്ടിട്ട് പിന്നെ അവർ നോക്കുവാണ് പെണ്ണ് മിടിക്കുകയാണോ, പണിയെടുക്കുമോ, കൊച്ചിനെ നോക്കുമോ, ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ. പണ്ടത്തെ തലമുറ പിന്നെ വീട്ടിൽ എയർപോർട്ടും അങ്ങനെ പിടുത്തമൊക്കെ ആയത് കാരണം ഇങ്ങനെ ഹാർഡിൽ ജീവിച്ച കാരണം എങ്ങനെയാലും. ഇപ്പം നമ്മൾ പെണ്ണുങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കുമല്ല, സ്ത്രീധനമൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് ആ കുടുംബത്തിൽ ചെന്നിട്ട് അവരുടെ അവസ്ഥയൊക്കെ അനുസരിച്ച് വല്ലവൻ്റെ കേട്ട് കാശൊക്കെ കൊടുത്താൽ മതി. പെൺകൊച്ചിന് ആ ചെക്കന്മാർ കൊടുക്കണ പോലെ കുടുംബത്തിൽ അവകാശം വയ്ക്കുക, എന്നിട്ട് പെൺപിള്ളേരെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് പെൺകൊച്ചില്ല. ഞാൻ എന്നും ഇത് രക്തം തിളച്ചോർക്കും. നമ്മളെ പെണ്ണുങ്ങൾ തന്നെ തീരുമാനിക്കണം പെണ്ണുങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന്. പെണ്ണുങ്ങളല്ല, കാരണം പെണ്ണുങ്ങൾക്ക് എതിരായിട്ട് നിൽക്കരുത്, പെണ്ണുങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട്. ഇതിങ്ങനെ പറയണമെന്ന് ഓർത്താ കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ, ഞാനിങ്ങനെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ സ്ത്രീകൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പെണ്ണുങ്ങൾക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ലോകത്തുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.